ഹലോ വെൽക്കം ബാക്ക് ടു നാജൂസ് വൈബ്സ് ആൻഡ് ആർട്സ്. അപ്പോൾ ഇന്ന് ഇതാ 25ാമത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളുമായിട്ടൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് എനിക്കൊരു ഗസ്റ്റും ഉണ്ട്, അനിയൻ്റെ വൈഫാണ്. അപ്പോൾ ഓള് കല്യാണം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല, ആദ്യത്തെ നോമ്പാണ് കല്യാണം കഴിഞ്ഞിട്ടില്ലേ. അപ്പോൾ മക്കളെ കൂടെ നിൽക്കാൻ വേണ്ടി പകൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ച് വന്നതാണ്. അപ്പം ഞാൻ എന്തായാലും നോമ്പ് തുറന്നിട്ടേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ബിരിയാണി വെക്കാൻ കരുതി, അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും അതും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ സാധനങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വേണ്ട സാധനങ്ങൾ കാക്കു കൊണ്ടുവന്ന് പോയതാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കട്ടെ എന്ന് കരുതിങ്ങാണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. പച്ചമുളകും കാര്യങ്ങളൊക്കെ ഒന്ന് ഞെട്ടൊക്കെ കളഞ്ഞുങ്ങാണ്ട് ഫ്രിഡ്ജിക്ക് വെച്ചാൽ പിന്നെ അത് കേടരൂലല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഏകദേശം ഒരു ഉച്ച ളുഹർ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കണത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നിസ്കാരത്തിനും കാര്യത്തിനൊക്കെ നിൽക്കാമെന്ന് കരുതിങ്ങാണ്ട് അങ്ങനെ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ആക്കം പോലെ ഇങ്ങനെ എടുത്താൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പണികൾ ഇങ്ങനെ തീർക്കാമല്ലോ എന്ന് കരുതിങ്ങാണ്ട് കുറേശ്ശെ ഇങ്ങനെ ഒരുക്കി വെക്കാണ്ട്. എന്തായാലും കടക്കാനും ഇതിനൊന്നും ടൈം കിട്ടൂല. അപ്പോൾ പിന്നെ നമുക്ക് ഭാരമില്ലാതെ ചെറിയ പണികളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ കുട്ടികളൊക്കെ കരയുമ്പോഴത്തേന് ഒക്കെ റെഡിയാക്കി വെക്കാമല്ലോ. പിന്നെ മക്കളൊക്കെ ഇപ്പം ഇന്ന് ഇപ്പോൾ വന്ന ആ ഒരു സന്തോഷത്തിൽ ഇതിൻ്റെ അടുത്തേക്ക് വരുന്നൊന്നുമില്ല കേട്ടോ, ഇഞ്ഞ് പൊയ്ക്കണം. ഈ ലൂസിനൊന്നും ഇന്ന് വേണ്ട തന്നെ, ഓളെ കണ്ട് പുളിയായി അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം ഇതൊക്കെ ഇങ്ങനെ എടുത്തേക്കാം കേട്ടോ. ഓളിൻ്റെ അടുത്ത് അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനിതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ ഉള്ളി ഇതൊക്കെ ഒന്ന് തൊലി കളയാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ അതിന് നിന്നു കേട്ടോ. സവാളയും വെളുത്തുള്ളിയാണല്ലോ കാര്യമായിട്ട് നമുക്ക്. അപ്പോൾ ഞാൻ എന്തെഴുതി കുറച്ച് അധികം വെളുത്തുള്ളി എടുത്തുങ്ങാണ്ട് തൊലിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പാടെ ചതച്ചുങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതിങ്ങാണ്ട് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തൊലി കളഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ലൂസൊക്കെ ഇന്നിപ്പോൾ ആൻറ്റിനെ കണ്ടുങ്ങാണ്ട് പുളിയായി കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര കളി ഇതൊക്കെയാണ്, എൻ്റെ അടുത്തേക്ക് വരുന്നത് തന്നെയല്ല. അപ്പോൾ ഞാൻ ഓലെന്താ ചെയ്യണേ നോക്കിങ്ങാണ്ട് വീണ്ടും അടുക്കളയ്ക്ക് തന്നെ വന്നു കേട്ടോ. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചങ്ങാണ്ട് പിന്നെ ഞങ്ങൾ തറവാട്ടിലൊന്ന് പോയി വരാമെന്ന് കരുതിങ്ങാണ്ട് പിന്നെ അവിടേക്ക് ഒന്ന് പോയി വന്നു കേട്ടോ. പിന്നെ അതൊന്നും വീഡിയോ എടുത്തിരുന്നില്ല. അത് കഴിഞ്ഞങ്ങാണ്ട് വീണ്ടും നമ്മുടെ പരിപാടി തന്നെ തുടങ്ങി കേട്ടോ. അപ്പോൾ അതാ ഉപ്പിട്ടെടുത്തു, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തുങ്ങാണ്ട് വെക്കാൻ കരുതിങ്ങാണ്ട് അതിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഒന്ന് മഞ്ഞളും മുളകും തേച്ചുങ്ങാണ്ട് വെച്ചിട്ട് നമുക്കത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാൻ മഞ്ഞളും മുളകും ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പുറത്ത് തന്നെ. അപ്പോൾ അതിക്ക് ഉപ്പിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോറ് ഡെക്കറേഷൻ ചെയ്യാനുള്ള ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് പിന്നെ ഇടക്ക് നമ്മളെ ചോറിൻ്റെ അരി കെട്ടുകൊടുത്ത് അതെന്തായി എന്നൊക്കെ ഇടക്ക് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് വന്ന് വരുമ്പോൾ നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് ഞാൻ ആ ചിക്കൻ പൊരിച്ചിരുന്ന ഓയിൽ തന്നെ പാർന്ന് കൊടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സവാള ഇട്ട് കൊടുത്തു. ഇനി സവാള ഒന്ന് നല്ലപോലെ വഴന്ന് വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരും എങ്ങനെ വെക്കൽ എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ അങ്ങനെയാണ് വെക്കലാണ് കേട്ടോ. പിന്നെ അതൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി അതൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഒക്കെ ഒന്ന് നല്ല ഇളക്കി കൊടുത്തിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വേവ് നോക്കിയതിൻ്റെ ഇടയിൽ പിന്നെ ഇനി നമ്മൾ ഇതിക്ക് വേണ്ട പൊടികളാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, പിന്നെ ഇപ്പം എന്താ ഇട്ട് കൊടുത്തത്, ബിരിയാണി മസാലയൊക്കെ ഇട്ടുങ്ങാണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഒക്കെ ഇട്ടുങ്ങാണ്ട് ഇതാക്കി കൊടുത്തു കേട്ടോ, ഇളക്കി കൊടുത്ത്. പിന്നെ പുളിക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടിക്കണം, അപ്പോൾ ബാക്കി കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന ചിക്കൻ എന്ത് ചെയ്യുക അതിക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഫ്ലാഷ് അടിച്ചിട്ടാട്ടോ അതിൻ്റെ കളർ ഒരു
വൈറ്റ് പോലെ അങ്ങനെ തോന്നിക്കണത്. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു അരമുറി നാരങ്ങ നീരും കൂടിയും പിഴിഞ്ഞു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ചോറ് വെന്തിക്കണം. അപ്പോൾ ചോറ് വെന്തത് എന്ത് ചെയ്യാം, ഇങ്ങനെ ലെയറാക്കിങ്ങാണ്ട് അതിൻ്റെ മേലേക്ക് ഇട്ടുങ്ങാണ്ട് ദമ്മ് ആക്കട്ടോ. അപ്പോൾ ഇതാ ചോറ് വേവിച്ചെടുത്തത് ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പായിങ്ങാണ്ട് ഇങ്ങനെ ലെയറാക്കിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ നമ്മളെ ഉള്ളി വറുത്തെടുത്തിരുന്നല്ലോ ഡെക്കറേഷൻ ചെയ്യാനായിക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിനൻ്റെ ഇലയും പിന്നെ ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് ആണ് കേട്ടോ അത് ഇതാക്കിയത്. എന്നിട്ട് അതും ഇതിൻ്റെ മുകളിൽ വെതറി കൊടുത്ത് അതിനുശേഷം നമുക്ക് ആ ഉള്ളി പൊരിച്ചെടുത്ത എണ്ണ ഉണ്ടല്ലോ അത് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കട്ടോ. കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, മുഴുവൻ ഒഴിച്ചിട്ടില്ല. പിന്നെ നമ്മളെ മിൽമൻ്റെ നെയ്യും കൂടി ഒഴിച്ചങ്ങാണ്ട് അതവിടെ ദമ്മ് ആക്കി വെച്ചിട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് നോക്കാമെന്ന് കരുതിങ്ങാണ്ട് പിന്നെ ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ഇതാ ഒരു ചട്ടി എണ്ണ ഉണ്ടായിരുന്ന ഒരു ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിങ്ങാണ്ടേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് വേറെ കിഴങ്ങും കാര്യങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ. കാരണം കുറഞ്ഞ അളവിലെ സാധനം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇതാക്കിയാൽ തന്നെ മസാല ഒരുപാടാവും. പിന്നെ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിങ്ങാണ്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമല്ല കേട്ടോ. ഇങ്ങനത്തെ മസാലകളൊന്നും ഫ്രിഡ്ജിൽ വെക്കണം. അല്ലാത്ത ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തതൊക്കെ ഞാൻ ഇതാക്കി വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷെ ഇങ്ങനെ വേവിച്ച് വെച്ചിങ്ങാണ്ട് പിന്നെ അതെടുക്കണതിനോട് താല്പര്യമല്ല കേട്ടോ. അപ്പോൾ ഇത് ആ ഉള്ളിയൊക്കെ നല്ലപോലെ വയന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്ത് അതും കൂടി അത് നല്ലപോലെ വെന്ത് ഇതായി വന്നപ്പോഴാണ് കേട്ടോ പിന്നെ മസാലപ്പൊടികളും ഇതൊക്കെ ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഗരം മസാലപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാക്കണം ഞാൻ ചിക്കൻ ഇവിടെ ഇതാക്കി വെച്ചിരുന്നത് ഈ ലൂസ് വാരി എടുക്കുന്നുണ്ടോ. അപ്പോൾ ഇനി അത് ഓനെ എടുത്തുങ്ങാണ്ട് ഫുള്ളാക്കുമെന്ന് കരുതിയിട്ട് ഞാനത് വേഗം എടുത്തുങ്ങാണ്ടായി കിട്ടും. ഇടാനായിട്ടൊന്നുമില്ല കേട്ടോ. മസാലപ്പൊടികൾ മുഴുവൻ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുത്തത് ഓനെ കണ്ടാൽ പിന്നെ അത് പാത്രം കാലിയാക്കുമെന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അതൊക്കെ ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തുങ്ങാണ്ട് എന്നിട്ടാണ് പിന്നെ അതിക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത്. പിന്നെ മെയിനായിട്ട് സമൂസയ്ക്ക് കുറച്ച് അധികം വേണ്ടത് മല്ലിച്ചപ്പാണ് കേട്ടോ. മല്ലിച്ചപ്പ് അധികം ഉണ്ടായാൽ തന്നെ സമൂസക്ക് നല്ല ടേസ്റ്റാണ്, അത് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കലുണ്ട്. ഇന്ന് കുറച്ച് കുറവാണ്. എന്നാൽ എന്താ വെച്ചാൽ ഞാൻ ചോറ്റയ്ക്ക് എടുത്തുങ്ങാണ്ട് പിന്നെ ബാക്കിയുള്ളതാണല്ലോ അതിലേക്ക് എടുക്കണത്. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തു, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ സമൂസക്കുള്ള കൂട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ പൊക്കവാടയും കൂടി ഉണ്ടാക്കണം എന്ന് എത്തിക്കണം കേട്ടോ. ഇനി അതിനുള്ള മസാലയും കൂടി റെഡിയാക്കണം. പിന്നെ അത് ആ ചിക്കൻ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിക്കാണ്ട് കുറച്ച് സവാള അരിഞ്ഞെടുത്തതും പിന്നെ അതിക്ക് കുറച്ച് ചിക്കന് അരിഞ്ഞെടുത്തതും പിന്നെ മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മുളകും പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്തുങ്ങാണ്ട് മൈദപ്പൊടിയും കൂടി ഇട്ടുങ്ങാണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളവും കൂട്ടിങ്ങാണ്ട് ഒരു പാകത്തെ ഇതാക്കിയിട്ട് മാവ് നമുക്ക് ചുട്ടെടുക്കാൻ പാകത്തെ മാവാക്കിങ്ങാണ്ട് വെക്കാം. അത് കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ സമൂസ റോൾ ചെയ്യാൻ വേണ്ടി തന്നു കേട്ടോ. സമൂസേൻ്റെത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ഓലിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഒരു ബലം വെച്ചൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ തേച്ചിങ്ങാണ്ട് മൈദപ്പൊടി പേസ്റ്റ് ഉണ്ടാക്കിങ്ങാണ്ട് പശയാക്കിങ്ങാണ്ടൊക്കെ തേച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞാണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ ആ ഒരു സെക്ഷനിക്ക് പോയിട്ടോ. അപ്പോൾ ഇതാ ചട്ടിയിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഇത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ വല്ലാതെ അങ്ങോട്ട് ചൂടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ട് ഒക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടോ. ചിക്കൻ പക്കോട പൊരിച്ച് കഴിഞ്ഞ് പിന്നെ സമൂസ ഇങ്ങനെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാൻ തുടങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ കുറച്ച് ഈത്തപ്പഴം പൊരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാവ് കൂട്ടണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതാ ഞങ്ങൾ നോമ്പ് തുറക്കാതിരിക്കുകയാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ട്, വത്തക്ക ജ്യൂസ് അടിച്ച് അങ്ങനെ അൽഹംദുലില്ലാ 25ാമത്തെ നോമ്പ് തുറ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ നോമ്പ് തുറ കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുപ്പത്ത് വെക്കാത്തതിൻ്റെ ആ ഒരു ഇത് ഞാനിങ്ങനെ ഗ്യാസുമ്മ വെക്കുമ്പോൾ സാധാരണ വറ്റിച്ചെടുക്കലാണ്. അപ്പോൾ വറ്റിച്ചെടുത്തിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു അംശം കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ ചോറ്റിൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബായ്.